ഹായ്, എൻ്റെ പേര് ആര്യ. ഇരട്ടക്കുട്ടികളുടെ അമ്മയായതിനു ശേഷം ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ചസും അവ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തെന്നും നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 6 മണിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താൽ 8 മണിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കും. 10 മണിക്ക് വീണ്ടും ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യും. ഫോർമുല ഫീഡ് കൊടുക്കുന്ന സമയത്ത് ബ്രസ്റ്റ് പമ്പ് ചെയ്യും. ആദ്യം ഒന്നും വരാറില്ലായിരുന്നു. എൻ്റെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ലേന്നോർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുമുണ്ട്. പക്ഷേ പതിയെ പാലിൻ്റെ അളവ് കൂടി വന്നു. 15 മില്ലി വീതമാണ് ഫോർമുല കൊടുത്തുകൊണ്ടിരുന്നത്. പമ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്ന പാല് 30 മില്ലി ആകുമ്പോൾ ഫോർമുല ഫീഡ് സ്കിപ്പ് ചെയ്ത് എക്സ്പ്രസ്ഡ് മിൽക്ക് കൊടുക്കും. 15 ഒരാൾക്കും 15 മറ്റേ ആൾക്കും. അങ്ങനെ പടിപടിയായി ഫോർമുല മിൽക്ക് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന ഞങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തു. എൻ്റെ ഡെലിവറിക്ക് 42 ദിവസം മുന്നേ ഡെലിവറി കഴിഞ്ഞ അനിയത്തിയും ഇടയ്ക്കൊക്കെ എൻ്റെ മിൽക്ക് ബാങ്കിലേക്ക് മുലപ്പാൽ ഡൊണേറ്റ് ചെയ്തിരുന്നു. ബ്രസ്റ്റ് മിൽക്ക് എടുത്തു വെക്കുന്നതും ചൂടാക്കി കൊടുക്കുന്നതുമൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ റിലേറ്റീവ്സ് പലരും സംശയങ്ങളൊക്കെ ചോദിച്ചെങ്കിലും പരസ്യമായി ആരും എന്നെ എതിർത്തിരുന്നില്ല. ഒരു നേഴ്സ് ആയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ പ്രിവിലേജായാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഫ്രിഡ്ജ് വെച്ച ഫുഡ് കഴിക്കുന്നത് അൺഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്ന പലരും ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ പമ്പിങ്, മിൽക്ക് സ്റ്റോറേജ് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ശരി, ബാക്കി കഥ പിന്നെ പറയാം.